ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചെറിയൊരു പ്രോബ്ലമാണ്. അതായത് നമ്മുടെ ബാത്റൂമുകളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഷവർ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കിടന്ന ഷവറിൻ്റെ മൊത്തം, അതായത് ഫുള്ള് സെറ്റ് മൊത്തം കിടന്ന് അതിൻ്റെ ഉള്ളിൽ ഭിത്തിയുടെ ഉള്ളിൽ കിടന്ന് ആടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ കോക്ക് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും, അതുപോലെ തന്നെ കുറേ നാളുകൾ കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മൾ ആംഗിൾ കോക്ക് ഒന്ന് മാറ്റുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ടൈലിൻ്റെ ഉള്ളിൽ കിടന്ന് ആംഗിൾ കോക്ക് ഉൾപ്പെടെ തിരിയുന്നത്, അതായത് ഇങ്ങനെ ഇളകുന്ന സിസ്റ്റം ഉണ്ട്. അത് കുറേ നാൾ കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം, അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആദ്യമേ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ നോക്കുന്നത്. അതായത് നമ്മൾ ഏത് ആംഗിൾ കോക്കാണെങ്കിലും ഷവറാണെങ്കിലും സ്പൗട്ടാണെങ്കിലും എന്ത് പിടിപ്പിച്ചാലും അത് ടൈലിൻ്റെ ഉള്ളിൽ കിടന്ന് ഇളകുന്ന ഒരു സിസ്റ്റം, അത് നമുക്ക് എങ്ങനെ മാക്സിമം ഒഴിവാക്കാം. അത് ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ഒതുക്കുന്നതാണ്. ആ ഏരിയയിൽ വന്നിരിക്കുന്ന ത്രെഡ് എൽബോയിലേക്കാണ് നമ്മൾ ആംഗിൾ കോക്ക് അല്ലെങ്കിൽ ഷവർ അതുപോലുള്ള കാര്യങ്ങൾ, ടാപ്പ് എല്ലാം കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത്. ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ പ്ലംബിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്റ്റേജ് കഴിയുന്ന തന്നെ നമ്മുടെ ടൈലുകാരെ ഏൽപ്പിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ പറയുന്ന ഏരിയകളെല്ലാം തന്നെ ടൈറ്റ് ചെയ്ത് പരിക്കം വെച്ച് ശരിക്കും ഉറപ്പിക്കണം. പരിക്കം വെച്ച് എത്രമാത്രം നമുക്കത് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ പറ്റുമോ അതായിരിക്കും ഭാവിയിൽ വരുന്ന ആ ബാത്റൂമിൻ്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ അത് ഇളകാതിരിക്കുന്ന സിസ്റ്റം. ഇങ്ങനെ അത് ഇളക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ അതിൻ്റെ ഗമ്മിൽ നിന്നും വിട്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് പൈപ്പ് PVC പൈപ്പും അതും തമ്മിൽ വിട്ടുപോകാനുള്ള ചാൻസസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പതുക്കെ ലീക്ക് വന്ന് ഭിത്തി നനഞ്ഞ് പുറത്തേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ടൈലിൻ്റെ ഉള്ളിലാവുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ലീക്ക് കാണാൻ സാധിക്കില്ല. ഭിത്തി നനഞ്ഞ് പുറം ഭിത്തി ആണെങ്കിൽ പുറം ഭിത്തിയിൽ നനവ് വരുമ്പോഴാണ് നമ്മൾ ബാത്റൂമിൽ ലീക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ഇതേത് ആംഗിൾ കോക്ക് ഇടുന്ന ഏരിയകളാണെങ്കിലും അതുപോലെ തന്നെ ഷവറിൻ്റെ ഏരിയകളാണെങ്കിലും ഡൈവേർട്ടറിൻ്റെ ഏരിയയാണെങ്കിലും സ്പൗട്ടിൻ്റെ ഏരിയകളാണെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ പരിക്കം വെച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഒരിക്കലും ഇളകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ടൈല് ഒട്ടിക്കാൻ കൊടുക്കാവൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആംഗിൾ കോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പിലായിരിക്കും ടൈറ്റ് ചെയ്യുന്നത്. അതായത് CP കപ്പിൽ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ കോക്ക് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അകത്ത് നിന്നും നമ്മുടെ ത്രെഡ് എൽബോ പുറത്തേക്ക് വന്ന് ടൈൽമേ ആയിരിക്കും ടൈറ്റ് ആവുക. അപ്പോൾ അത് ഒരിക്കലും ഉറച്ചിട്ടുണ്ടാവില്ല. ഭാവിയിൽ പതുക്കെ ഇളകി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഏരിയകളെല്ലാം തന്നെ പരിക്കം വെച്ച് ശരിക്കും ടൈറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.